السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടു മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ഇഷ്ടജനങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്നും ഇവിടെ പറഞ്ഞ ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള എല്ലാ പണ്ഡിതന്മാർക്കും ഉസ്താദുമാർക്കും അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിനുള്ള ഒരു വാതിൽ അവരുടെ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, അൽ മവാഹിബുൽ ജലീലിൽ നിന്നുള്ള ആദാബുൽ മസാജിദ് എന്നതിൻ്റെ 10ാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദോഷം പൊതിഞ്ഞവൻ മസ്ജിദിൽ വരുന്നുണ്ട്, അംലാക്കുകൾ അത് കണ്ടു പറയുന്നുണ്ട്. നജസും പുരട്ടി കൊണ്ടുവന്നത് കൊണ്ട് പ്രവേശനം പാടില്ലടാ നീ മണ്ട്. പെരുത്ത ദോഷമുള്ള ഒരാൾ പള്ളിയിലേക്ക് വരുമ്പോൾ മലക്കുകൾ പറയും, ഇന്നയാളിതാ പള്ളിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദോഷം പെരുത്തവർ പള്ളിയിൽ വന്ന് പശ്ചാത്താപിച്ച് അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിച്ച് തെറ്റുകളിൽ നിന്ന് മോചനമായി അവരെ തൗബ ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അതിൽ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. അതോടൊപ്പം നജസ്സുള്ള ഒരാൾ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ തടയണം. പാടില്ല, പൊയ്ക്കോ, പാടില്ലടാ നീ മണ്ട്, പെട്ടെന്ന് പൊയ്ക്കോ, നജസ്സുമായി പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല. പള്ളി ശുദ്ധമായ സ്ഥലമാണ്, ശുദ്ധിയുള്ളവർക്ക് പ്രവേശിക്കാനുള്ള ഇടമാണ്. അതുകൊണ്ട് നജസ്സുമായിട്ട് പള്ളിയിൽ നീ പ്രവേശിക്കരുത് എന്ന് അവനോട് പറഞ്ഞ് വിലക്കി വിടുക. അവനെൻ്റെ വീട്ടിൽ വന്നതാണത് കൊണ്ട് ആട്ടെണ്ട എന്നവരോടൊരാജ്ഞയുമുണ്ട്. ദോഷം പെരുത്തുള്ള ഒരാൾ പള്ളിയിലേക്ക് വരുന്നു, എന്നാൽ അവനെ തടയരുത്, അവൻ വന്നോട്ടെ, എൻ്റെ ഭവനത്തിലേക്കാണ് വന്നത് എന്ന് അള്ളാഹു പറഞ്ഞതായിട്ടും ഒരാജ്ഞയുണ്ട്, ഒരു പറച്ചിലുണ്ട്. ദോഷം പിടിച്ചു പുറത്തു നിങ്ങൾ വയ്ക്കുവീൻ, അവൻ ശുദ്ധിയുള്ളവനായി വരട്ടെ കടത്തുവിൻ. എല്ലാ ദോഷങ്ങളും പള്ളിയുടെ വെളിയിൽ വെച്ചിട്ട് അവൻ വരട്ടെ, ശുദ്ധിയുള്ളവനായിട്ട് പള്ളിയിൽ കയറട്ടെ. അവൻ്റെ ഹൃദയം ശുദ്ധമായി റബ്ബിനോട് പശ്ചാത്താപിച്ചുകൊണ്ട് എല്ലാവിധമായ പാപങ്ങളിൽ നിന്നും വിമുക്തിയായിക്കൊണ്ട് അവൻ വന്നുകൊള്ളട്ടെ. അവൻ എന്നിട്ട് കടത്തിവിടുവീൻ. റബ്ബിൻ്റെ കൽപ്പന കേട്ടു ദോഷം സകലതും പുറത്തേക്കു നീക്കിയിട്ടാണ് അവർ കടത്തുന്നതും. മലക്കുകളോട് പറയും, റബ്ബിൻ്റെ ഭവനത്തിൽ കാവൽ നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, അവരോട് പറയും, അവൻ എൻ്റെ ഭവനം ലക്ഷ്യമാക്കിയാണ് വന്നത്, എന്നിൽ നിന്നുള്ള പശ്ചാത്താപം സ്വീകരിക്കാനാണ് അവന് വന്നത്. അതുകൊണ്ട് അവനെ പ്രവേശിപ്പിക്കുക, അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തേക്ക് ഒഴിവാക്കിക്കൊണ്ട് അവനെ ശുദ്ധനായിക്കൊണ്ട് പരിശുദ്ധനായിക്കൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് അവനെ കടത്തിവിടുക എന്ന് മലക്കുകളോട് റബ്ബ് അള്ളാഹു തആല കൽപ്പിക്കുന്നതാണ്. കണ്ടോ? അപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്ത് ശുദ്ധിയാക്കി ശുദ്ധമനസ്കനായ ആൾക്കാരായിട്ടായിരിക്കും പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുക. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നതിന് നമ്മൾ നിരുത്സാഹം കാണിക്കരുത്. പള്ളിയിൽ പോകണം, നിസ്കരിക്കണം. ജുമുഅ മാത്രം പോരാ, ഒരു വർഷത്തിൽ 2 പെരുന്നാൾ നിസ്കാരം മാത്രം പോരാ. 5 വഖത്ത് നമസ്കാരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സുന്നത്തുകളൊക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നിർവഹിക്കണം. ഏതെങ്കിലും രീതിയിൽ ഇവിടെ കന്നുകാലികളെ പോലെ ജീവിക്കുക, തിന്നുക, തൂറുക, അതുപോലെ മറ്റ് കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിനെ ഓർക്കാറില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാറില്ല, അവന് വഴങ്ങാറില്ല, നിസ്കരിക്കാറില്ല, നോമ്പ് പിടിക്കാറില്ല, ഏതോ ഒരു കോലത്തിലങ്ങ് ജീവിക്കുന്നു. പേര് മുസ്ലിമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അവൻ നൽകിയ ഭവനത്തിൽ വസിക്കുന്നുണ്ട്. ആ വീട്ടിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. യാത്രകൾ പോകുന്നുണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്, ജോലിയുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാം അവരവരുടെ ഇഷ്ടപ്രകാരം നിർവഹിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് മാത്രം വിലങ്ങി നിൽക്കുന്നു. അത്തരക്കാര്യം മനസ്സിലാക്കിയുള്ള ഭൗതിക ജീവിതം മാത്രമല്ല, നാളെ പാരത്രികമായ ഒരു ജീവിതവും വരാനുണ്ട്. അവിടെ വിരൽ കടിക്കും. വാപ്പ ഇബാദത്ത് ചെയ്യുന്നവനാണ്,
ഉമ്മ ഇബാദത്ത് ചെയ്യുന്നവരാണ്, സഹോദരി ഇബാദത്ത് ചെയ്യുന്നവരാണ്, സഹോദരൻ ഇബാദത്ത് ചെയ്യുന്നവരാണ്. അതുകൊണ്ടൊന്നും ഇതൊന്നും ചെയ്യാത്ത ഒരുത്തരും രക്ഷപ്പെടുകയില്ല. അത്തരക്കാർ ചിന്തിച്ചു കൊള്ളുക. റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവന് നന്ദി ചെയ്യാത്ത വർഗത്തേക്കാൾ മോശമായ ഒരു മനുഷ്യരും ഭൂമി ലോകത്തില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ റബ്ബിന് വഴങ്ങിക്കൊണ്ട് ജീവിക്കുക, അതല്ലേ ഏത് രീതിയിലും ഇവിടെ ജീവിക്കുക. ആരും ചോദ്യം ചെയ്യാനില്ല, ആരും ഒന്നും പറയുകയില്ല, പറഞ്ഞാലൊട്ട് അനുസരിക്കുകയില്ല. മാതാപിതാക്കൾ അനുസരിക്കാത്തവർ പിന്നെ ആരെ അനുസരിക്കുന്നത്? അതുകൊണ്ട് അത്തരക്കാർ വളരെ സൂക്ഷിച്ചു കൊള്ളുക. അവൻ മസ്ജിദിൽ നിന്നും പുറത്തു വരുന്നത് കണ്ടാൽ തിരിച്ചു കൊടുക്കുവാൻ തുനിയും. ഇത് ഞാൻ എൻ്റെ ദാസനിൽ നിന്നു നീക്കിയ കേസുകൾ മഴക്കുന്നതല്ല എന്ന് കേട്ടു മലക്കുകൾ. നുസ്ഹത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 57 തന്നെ ഒന്നിൽ വന്നതാ. പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ വന്ന സമയത്ത് അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പുറത്തു മാറ്റി മലക്കുകൾ. എന്നിട്ടോ പള്ളിയുടെ ഉള്ളിൽ പ്രവേശിച്ചു. നിസ്കാരാദി കർമ്മങ്ങൾ, ഖുർആൻ പാരായണം, ജുമുഅയിൽ പങ്കെടുക്കൽ, തറാവീഹ് നമസ്കരിക്കൽ, ഖിറാഅത്തുകൾ, അതുപോലെ ദിക്റുകൾ, സ്വലാത്തുകൾ, മറ്റ് ഇബാദത്തുകൾ ഇതൊക്കെ നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം നടത്തിക്കൊണ്ട് പള്ളിയുടെ വെളിയിലേക്ക് വരുന്ന സമയം, പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവന്റെ പാപങ്ങൾ, ഇറക്കി വച്ചിരുന്ന പാപങ്ങൾ തിരിച്ചു കൊടുക്കാൻ മലക്കുകൾ ഒരുങ്ങും. അപ്പോൾ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വരുന്നു, മലക്കുകളെ, അവൻ പള്ളിയിൽ വന്ന് എനിക്ക് വേണ്ടി സുജൂദ് ചെയ്തു, എനിക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലി, എനിക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്തു, എനിക്ക് വേണ്ടി സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു, മറ്റ് അമലുകൾ ചെയ്തു. അവൻ എന്നോട് പശ്ചാത്താപിച്ചു, അവന്റെ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയം മാറ്റിവെച്ച പാപങ്ങൾ ഇനി അവനിലേക്ക് നൽകേണ്ടതില്ല. കണ്ടോ അപ്പൊ എത്രമാത്രം അല്ലാഹു റബ്ബ് നമ്മളോട് കാരുണ്യം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് പള്ളിയിൽ പോകണേ സോപ്പാണത്, നിസ്കാരമോ ഒഴുകുന്ന നദിയും തന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങളിലും നിശ്ചിത സമയങ്ങളിൽ ഉൾപ്പെടെ പള്ളിയിലേക്ക് പോകുന്നതിനെ നിങ്ങൾ അധികരിപ്പിക്കണം. അത് സോപ്പാണ്. ആ സോപ്പ് കൊണ്ട് നിസ്കാരമാകുന്ന നദിയിലുള്ള വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി നിങ്ങളുടെ മനസ്സുകൾ, നിങ്ങളുടെ ഹൃദയങ്ങൾ, നിങ്ങളുടെ ശരീരങ്ങൾ അഴുക്കുകളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് കഴുകി ശുദ്ധമാക്കി നിങ്ങൾ ശുദ്ധിയുള്ളവരായി ശുദ്ധത പ്രാപിച്ചുകൊണ്ടാണ് നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ നിത്യമാക്കണം, ഒഴിവാകാൻ പാടില്ല. ഒരു വെറും ജുമാ ജമാഅത്തിന് മാത്രമാക്കരുത്, 2 പെരുന്നാൾ നിസ്കാരങ്ങൾ മാത്രമാക്കരുത്. പിന്നെയോ ദിനം പ്രതി അനേകം തവണ നിങ്ങൾ പള്ളിയിൽ പോകുന്നതിന് പതിവാക്കുക തന്നെ ചെയ്യണം. ദൈനം ദിനം കുളി 5 സമയം വേണ്ടതാ, തൽസമയമെല്ലാം സോപ്പു പെരുമാറേണ്ടതാ. എന്നാൽ ശരീരം ശുദ്ധി വന്നത് വ്യക്തമാ, ഉള്ളും പുറം എന്നില്ല മൊത്തം ശുദ്ധമാ. റബ്ബിനു വേണ്ടി പള്ളി പണിതാലിന്ന് കൊടുക്കുന്നതാണൊരു ഭവനവനും അന്ന്. അപ്പോൾ ഒരു ദിവസം 5 പ്രാവശ്യം കുളിക്കുന്നു. 5 പ്രാവശ്യം കുളിക്കുമ്പോഴും സോപ്പ് ഉപയോഗിക്കുന്നു എങ്കിൽ അവന്റെ ശരീരത്തിൽ അഴുക്കുകൾ, മാലിന്യങ്ങൾ ഉണ്ടാകുകയേയില്ല. എല്ലാം ശുദ്ധമായിരിക്കും, അഴുക്കുകൾ പോകും. ഇതേ പ്രകാരം പള്ളിയിൽ 5 വഖ്ത് നിസ്കാരവും നിർവഹിച്ചു അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചാൽ അവന്റെ അഴുക്കുകൾ, അവന്റെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ, ആന്തരികമായ തെറ്റുകുറ്റങ്ങൾ അവനിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു. ശുദ്ധ മനുഷ്യനായി, ശുദ്ധ മനസ്സുള്ളവരായിട്ട് അവൻ രൂപാന്തരപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ദിവസം 5 നേരമെങ്കിലും പള്ളിയിൽ പോവുക, കർമ്മങ്ങൾ നിർവഹിക്കുക. വളരെ പ്രാധാന്യമായിരിക്കുന്ന കർമ്മങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. റബ്ബിനു വേണ്ടി പള്ളി പണിതാലിന്ന്
കൊടുക്കുന്നതാണൊരു ഭവനം അവനും അന്ന്. അതു കാടമുട്ടയിടും സ്ഥലം പോലെങ്കിലും മതിയെന്നു തന്നെയുമുണ്ട് തിരുവചനത്തിലും. അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് പണിത് കൊടുക്കുക, ഒരു പള്ളി പണിത് കൊടുക്കുക, അവിടെ നാട്ടിലുള്ള സജ്ജനങ്ങൾക്ക് സ്വാലിഹ്യങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ഥാപനമുണ്ട്, കോളേജുണ്ട്, ഹിഫ്ള് കോളേജുണ്ട്, ദർസുണ്ട്, അതിൻ്റെ അടുത്തൊരു പള്ളി പണിത് കൊടുത്താൽ അവിടെ പഠിക്കുന്ന ഉസ്താദുമാരും കുട്ടികളും ആ നാട്ടിൻ്റെ പ്രാദേശികമായ വാസികളും അതിൽ നിസ്കരിക്കും. എന്നാൽ അത് ഒരു പള്ളി പണിത് കൊടുത്തവന് നാളെ പരലോകത്ത് ഇതുപോലൊരു ഭവനം, ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ഭവനം നാളെ സ്വർഗത്തിൽ അള്ളാഹു നൽകുന്നതാണ്. ഒരു പള്ളി പണിത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിവില്ല, അത്രത്തോളം സാമ്പത്തിക ശേഷിയില്ല. എന്നാലോ കാടയുടെ ഒരു കാടയുടെ കൂട് അത്രമാത്രം നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയോ? ഒരു കാടമുട്ടയുടെ സ്ഥലം പോലെയെങ്കിലും, ചെറിയ മുട്ടയാണ് കാടമുട്ട, അതെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? എന്നാൽ അതിനനുസൃതമായ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പള്ളി പണിയുന്നുണ്ട് നാട്ടിൽ, അതിൽ നമുക്കൊണ്ടൊക്കുന്ന 1 സ്ക്വയർ ഫീറ്റ്, 2 സ്ക്വയർ ഫീറ്റ്, 3 സ്ക്വയർ ഫീറ്റ് അത് നിർമ്മിക്കുന്നതിനാവശ്യമായ പൈസ എത്രയോ അത് നമ്മൾ കൊടുത്താലും അതിൻ്റെ കൂലി നമ്മൾക്ക് കിട്ടുക തന്നെ ചെയ്യും. കാടയുടെ കൂടാണെന്ന് നബി ഓർമ്മിച്ചത്, അസ്റാറുകൾ പലതുണ്ടതിൽ അറിയേണ്ടത്. കാടയുടെ മുട്ട ചെറിയ മുട്ടയാണല്ലോ, അപ്പൊ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് എന്താ? അതിന് ഒരുപാട് അസ്റാറുകൾ അതിലുണ്ട്. എത്ര ചെറുതാണെങ്കിലും കൂലി റബ്ബ് നമുക്ക് നൽകും എന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുടെ മുന്നിൽ ഒരു പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി അടിത്തറ കെട്ടിയിട്ടിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ഭവനങ്ങളുണ്ട്. അക്കാര്യം അതുപോലെ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു, എൻ്റെ നാടിനടുത്ത് പെരപ്പേത്ത് മന്നാനിയ ഒരു ഹിഫ്ള് കോളേജ് ഉണ്ട്. അതിന് മുന്നിൽ ഒരു പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി അടിസ്ഥാനം കെട്ടിയിട്ടിട്ട് കുറച്ച് നാളുകളായി. ആ പള്ളിക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂലി കിട്ടുമെന്ന് ഇത്തരത്തിൽ ഓർമ്മിക്കുന്നു. അവിടെ അധികം കുട്ടികൾ, ഹിഫ്ള് കുട്ടികൾ, ദീനി കുട്ടികളുണ്ട്, ഉസ്താദുമാരുണ്ട്, നാട്ടുകാരുണ്ട്. അവിടെ ഒരു പള്ളിക്ക് വേണ്ടി ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അവർ ജീവിതവും അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള വാതിലവരുടെ കബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ മക്കൾ നാഫിയായും ഓർമ്മബുദ്ധിയും കൂർമ്മബുദ്ധിയും കിട്ടി നല്ല മക്കളായി വളരാൻ തൗഫീഖ് കൊടുക്കട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവസാനം കടമകളും കടപ്പാടുകളും പരിപൂർണമായി വീട്ടിക്കൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. മരണം ഖൈറാവുന്ന സമയം വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച പകൽ വായിക്കട്ട് മദീനയിലാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മദീനയിൽ മരണപ്പെട്ട് ജന്നത്തുൽ ബഖീയിൽ ഖബറടങ്ങാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.